തൃശൂരിൽ KSRTC ബസ്സിൽ യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ അറസ്റ്റിലായ സവാദിനെ കോടതിയിൽ ഹാജരാക്കി. അയ്യന്തോൾ കോടതിയിലാണ് ഹാജരാക്കിയത്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുകയാണ്. സൂരജ്, ഇന്നലെയാണ് ഈ വാർത്ത പുറത്തുവന്നത്. സവാദ് എന്ന ആൾ അറസ്റ്റിലായ കേസ്, സമാനമായ കേസിൽ മുൻപ് അറസ്റ്റിലായ സംഭവം, ഇതെല്ലാം ഇപ്പോൾ മുന്നിലുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. മാത്രമല്ല CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവരികയും ചെയ്തിരുന്നല്ലോ ഇന്ന്. വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, ഇക്കഴിഞ്ഞ 14-നാണ് ഈ KSRTC ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിക്ക് നേരെ ഈ സവാദിന്റെ ഭാഗത്ത് നിന്ന് ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നത്. അത് തൃശൂർ പടിഞ്ഞാറേക്കോട്ട പിന്നിടുമ്പോഴായിരുന്നു ഇത്തരമൊരു നടപടി ഉണ്ടായത്. പിന്നീട് ഈ യാത്രക്കാർ ഈ സവാദിനെ തടഞ്ഞു വെക്കുകയും പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ ബസ് എത്തിച്ച് ഈ സവാദിനെ കൈമാറാനും ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിൽ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയ സവാദിനെക്കുറിച്ച് വിവരമുണ്ടായിരുന്നില്ല. പിന്നീടാണ് തൃശൂർ പോലീസ് കേസെടുക്കുന്നത്. ഈ കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ ഇന്നലെ പൊള്ളാച്ചിയിൽ നിന്നാണ് സവാദിനെ പിടിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് ഇപ്പോൾ സവാദിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് പരിഗണിക്കുകയും ചെയ്യും. നേരത്തെയും 2023-ൽ എറണാകുളത്ത് സ്വകാര്യ ബസ് KSRTC ബസ്സിൽ വെച്ച് തന്നെ മറ്റൊരു യുവതിയോട് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടത്തുകയും അന്ന് ആ കേസിൽ സവാദ് അറസ്റ്റിലാവുകയും ചെയ്തതാണ്. അന്ന് ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഒരു വിഭാഗം ആളുകൾ ഈ വലിയ രീതിയിൽ സവാദിനെ സ്വീകരിക്കുന്നതൊക്കെ കണ്ടു. അന്ന് ഏറെ വിവാദമാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. ഈ സവാദിനെ ന്യായീകരിച്ചൊക്കെ ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സമാനമായ കേസിൽ ഈ KSRTC ബസ്സിൽ വെച്ച് തന്നെ സമാനമായ രീതിയിൽ ഒരു ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് പരിഗണിക്കും. പ്രജിൻ, സുരജ്, ഈ സംഭവം നടന്നത് എപ്പോഴാണ്? ബസ്സിൽ വെച്ചാണ് ഈ അതിക്രമം ഉണ്ടായെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ ആളുകൾ ഇടപെടുകയായിരുന്നു. ഈ വിഷയത്തിൽ എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജിൻ, ഈ മാസം 14-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ലൈംഗിക അതിക്രമം നടക്കുന്നത്. തൃശ്ശൂരിൽ നിന്നാണ് ഈ സവാദ് ബസ്സിൽ കയറുന്നത്. പിന്നീട് ഈ യുവതിക്ക് നേരെ ഈ അതിക്രമം നടത്തുകയായിരുന്നു. ഇതോടുകൂടി യുവതി പരസ്യമായി തന്നെ ഈ സംഭവത്തിൽ പ്രതികരിച്ചു. ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരാകട്ടെ അവരും യുവതിക്ക് പിന്തുണ നൽകുകയായിരുന്നു. അങ്ങനെയാണ് ഈ സവാദിനെ ഈ യാത്രക്കാർ തന്നെ തടഞ്ഞു വെക്കുന്നത്. ഈ സംഭവം യുവതി ചോദ്യം ചെയ്തതോടുകൂടി തന്നെ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടാനുള്ള ഒരു ശ്രമം നടത്തി. 2023-ലും ഇങ്ങനെയായിരുന്നു. ബസ്സിൽ പോകുന്ന യുവതിക്ക് നേരെ ഈ ലൈംഗിക അതിക്രമം നടത്തുകയും ആ യുവതി അത് ചോദ്യം ചെയ്തതോടുകൂടി ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു. അന്ന് ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ പുറത്തു വന്നതാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെ ഇറങ്ങി ഓടാൻ ശ്രമം നടത്തിയപ്പോൾ യാത്രക്കാർ ബലമായി പിടിച്ചു വെച്ചു. അങ്ങനെ ബസ് ഈ പടിഞ്ഞാറേക്കോട്ടയിൽ എത്തുന്ന സമയത്താണ് ഈ സംഭവം എല്ലാം നടക്കുന്നത്. അതിനുശേഷം ബസ് നേരെ പേരാമംഗലത്തെത്തുന്ന സമയത്ത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ ബസ് KSRTC ഡ്രൈവർ അടക്കം ഓടിച്ചു കയറ്റുന്നത്. അങ്ങനെ അവിടെ എത്തി ഈ സവാദിനെ കൈമാറുന്നതിന് വേണ്ടി യാത്രക്കാർ ശ്രമിക്കുന്നതിനിടയിൽ ഈ ഡോറിലൂടെ പുറത്തിറങ്ങിയ സവാദ് പിന്നീട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പേരാമംഗലം സ്റ്റേഷൻ ലിമിറ്റിലല്ല ഈ സംഭവം നടന്നതിനാൽ തൃശൂർ ഈസ്റ്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുത്ത ശേഷം ഈ സവാദിന് വേണ്ടി അന്വേഷണം നടത്തിയെങ്കിൽ പോലും സംസ്ഥാനത്തിന് പുറത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തിയത്. അങ്ങനെ പൊള്ളാച്ചിയിൽ നിന്ന് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അതിസാഹസികമായി തന്നെ പ്രതിയെ പോലീസ് പിടികൂടുകയും ചെയ്തു. പക്ഷേ ഇതിനുശേഷം ഈ സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ സവാദ് ഈ കുറ്റം നിഷേധിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ പിന്നീട് പോലീസ് കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട്, അതായത് സവാദിന്റെ യാത്രയടക്കമുള്ള ഇതിന്റെ ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് ഇപ്പോൾ സവാദിനെ തൃശൂർ അയ്യന്തോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. പ്രജിത്ത്, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. നേരത്തെ 2023-ൽ നടന്ന ആ കേസിൽ, ആ സംഭവത്തിൽ അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വലിയ സ്വീകരണമൊക്കെ മെൻസ് അസോസിയേഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് നടത്തിയതുമാണ്. അതൊക്കെ വലിയ വാർത്തയായതാണ്. പക്ഷേ ഇപ്പോഴും ഇതുപോലെ അതിക്രമം നടത്തുക, അത് പിടിക്കപ്പെടുമ്പോൾ ഇറങ്ങി ഓടുക, ഇതൊക്കെ സവാദ് തുടരുകയാണ്. ഇതിലാണിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ 14-ാം തീയതി നടന്ന സംഭവത്തിൽ ഇപ്പോൾ പിടിയിലായി അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കോടതിയിൽ പോലീസ് സവാദിനെ ഹാജരാക്കിയിരിക്കുന്നത്.